ഈ വിക്ടിം എന്ന് പറയുന്നവർ പോലെ തന്നെ കുറ്റാരോപിതനും ആ ഒരു പ്രൈവസി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് പുറത്ത് പറയരുത്, അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം തെളിയിക്കുന്നവരെ. ഒരാൾ കുറ്റം തെളിയിക്കുന്നവരെ കുറ്റാരോപിതൻ മാത്രമാണ്. ഇപ്പോൾ എനിക്കെതിരെ ഒരു ഫോൾസ് അലിഗേഷൻ വന്ന സമയത്താണ്, അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് കാശ് ചോദിച്ചതിൻ്റെ ഓഡിയോ ഉണ്ടായിരുന്നു. ലക്കിലി എൻ്റെ വണ്ടിക്കകത്ത് ഡാഷ് ക്യാം ഉള്ളതുകൊണ്ട് വണ്ടിയിലിരുന്ന് ഞാൻ കോൾ എടുത്തതുകൊണ്ട് കുട്ടിയും അമ്മയും ചോദിക്കുന്നതിൻ്റെ ഓഡിയോ എൻ്റെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആൻറ്റിസിപ്പേറ്ററി കിട്ടി. എൻ്റെ കേസ് ഞാൻ നിരപരാധി ചെയ്തുകൊണ്ട് പോലീസ് കോടതി റിപ്പോർട്ടും കൊടുത്ത് കോടതി അത് അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി ഡിസ്ചാർജ് ചെയ്താൽ മതി. വെരി സൂൺ അത് ഡിസ്ചാർജ് ആവുകയും ചെയ്യും. 100% ഐ എം ഡാം ഷുവർ, ബിക്കോസ് ഐ ട്രസ്റ്റ് ഇൻ ലോ. അപ്പോൾ അത്തരം അനുഭവങ്ങൾ വേറെ ഒരാൾക്കും ഇനി ഉണ്ടാവരുതെന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പോക്സോ കേസ് എനിക്കൊരു ലോട്ടറിയാണ്. കാരണം ആ കേസ് കൊണ്ട് എനിക്ക് ആ ഒരു കേസിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റായിട്ട് ഇന്ന് ഡൽഹിയിൽ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ മെൻസ് കമ്മീഷൻ്റെ ബില്ല് ആം ആദ്മി പാർട്ടിയിൽ ഒരു MP അവതരിപ്പിച്ചു. അപ്പം അതിനൊപ്പം മിഷൻ മെൻസ് കമ്മീഷനുമായിട്ട് എനിക്കും രാഹുലിനും മുന്നിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇറ്റ്സ് എ ആഫ്റ്റർ എഫക്റ്റ് ഓഫ് എ ഫേക്ക് കേസ് അഗെയിൻസ്റ്റ് മീ. അപ്പം ഇനി എനിക്കെൻ്റെ കേസ് ഞാൻ നിരപരാധി എന്ന് പ്രൂവ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ പോലീസ് റിപ്പോർട്ട് വന്നു, ക്ലീൻ ചിറ്റ് കിട്ടി, പക്ഷേ എൻ്റെ കാര്യം തീർന്നു. പക്ഷേ ഞാൻ അങ്ങനെ കരുതുന്നില്ല. ഇനി നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ചേട്ടന്മാർക്കോ അനിയന്മാർക്കോ അല്ലെങ്കിൽ തങ്ങളെപ്പോലുള്ള വീട്ടിലുള്ളവരുടെ അച്ഛനോ അല്ലെങ്കിൽ സഹോദരനോ ഒക്കെ ഒരു കള്ളപ്പരാതിയുടെ പേരിൽ ആരും ഇനിയും ഇതുപോലെ താറടിക്കപ്പെടാതിരിക്കട്ടെ എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രമാണ് മിഷൻ മെൻസ് കമ്മീഷനുമായിട്ട് ഞാനും രാഹുലും മുന്നോട്ട് വരുന്നത്.